ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു പുഷ്പാഞ്ജലി. ആയിക്കോട്ടെ. ഹരി, ഉത്തര നക്ഷത്രം. കവിതയ്ക്ക് അവാർഡ് കിട്ടിയ ആളാ. അത് ശരി. അദ്ദേഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി. ആയിക്കോട്ടെ, ചെയ്തേക്കാം. ആ ഫംഗ്ഷന് ഞാൻ അവിടെ ഉണ്ടാവണം. ഹരിയേട്ടനുള്ള അവാർഡല്ലേ, അത് ഞാനല്ലാതെ പിന്നെ ആരാ കാണേണ്ടത്? കറങ്ങിത്തിരിഞ്ഞ് അത് വീണ്ടും എന്റെ മുമ്പിൽ തന്നെ എത്തി. ഒരു കവിയും ആളും. ഹരിക്ക് എല്ലാ കാര്യത്തിലും ഒരു നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പക്ഷേ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒട്ടും പോരാ. അമ്മ ഇങ്ങിത്താ ഇതെന്തൊരു നിറമാണ്. ഇതൊരു പൊതുസ്ഥലത്ത് ഉടുക്കാൻ പറ്റുമോ? ഇതിനെന്താ കുഴപ്പം? ഇതൊരു നല്ല കളറല്ലേ? അതിന് മോളെ നിനക്ക് ചേരണ്ടേ? എനിക്ക് നന്നായിട്ട് ചേരും. അമ്മ ചുമ്മാ ഓരോന്നും പറയണ്ട. ഞാൻ എന്തിനാ അങ്ങനെ വെറുതെ പറയുന്നത്? ഇതിന്റെ സ്റ്റഫ് നോക്കിയേ. ഇതേതോ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇതോ? ഇതിവിടെ ഏത് ലോക്കൽ മാർക്കറ്റിലാ കിട്ടുന്നേ? എനിക്ക് അതൊന്നും അറിഞ്ഞൂടാ. പക്ഷെ സാരിയുടെ ക്വാളിറ്റി പോരാ. അമ്മ വലിയ ക്വാളിറ്റി ചെക്കറാണല്ലോ അല്ലേ? ഇത് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാ. ഇങ്ങനെ പറയുന്നവരെ പറ്റിക്കാൻ എളുപ്പമാ. എന്ത് പറ്റിച്ചു അമ്മ പറയുന്നേ? ഇത് നല്ല സാരിയാ. ഇതെടുത്ത് എനിക്ക് എവിടെയും പോവാം. എനിക്കാണെങ്കിൽ ഇതിനേക്കാൾ ഇണങ്ങിയ നിറവും വേറെയില്ല. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് പൊതുവെ ഡ്രസ് സെൻസ് ഇല്ലാത്ത ആണുങ്ങളെ കണ്ടൂടാ. ഈ ഡ്രസ്സിന് ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നോ? എനിക്കാണിത് തന്നിരുന്നെങ്കിലേ ഞാൻ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞാണ്. അമ്മേ, ഇത് കൊണ്ടുപോയി എവിടെയെങ്കിലും ഇട്ടേക്ക്. അമ്മ വിട്ടെ, അമ്മ വിട്. സെലക്ഷന് നല്ല മെറ്റീരിയലുമാണ്. നീ അവന് വേണ്ടി എത്രത്തോളം ബാധിക്കുമെന്ന് അറിയാൻ വേണ്ടിയാ അമ്മ ഒന്ന് പറഞ്ഞു നോക്കിയത്. കഷ്ടമുണ്ട് കേട്ടോ. നാളെ ഹരിയുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ആ ദിവസം മോളുടേത് കൂടിയാവണം. നാളെ മുതൽ പുതിയൊരു ജീവിതത്തിലേക്ക് പോവാൻ മോൾക്ക് സാധിക്കണം. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മോള് മറന്നു കളയും. ഹരി മോളുടെ കയ്യിലേക്ക് തന്നത് മോൾക്കുള്ള പുടവയാണ്. ഹരി മോളുടെ കയ്യിലേക്ക് തന്നത് മോൾക്കുള്ള പുടവയാണ്.
പുഷ്പാഞ്ജലി. ആയിക്കോട്ടെ. ഹരി, ആ ഉത്തര നക്ഷത്രം. കവിതയ്ക്ക് അവാർഡ് കിട്ടിയ ആളാ. അത് ശരി. അദ്ദേഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി. ആയിക്കോട്ടെ, ചെയ്തേക്കാം. ആ മോളെ നമുക്കൊന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വരാം. ആയിക്കോട്ടെ. ചെറുശ്ശേരി അവാർഡ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അക്കാദമി അവാർഡിനെ പോലെയൊക്കെ തുല്യമായതാ. അല്ല, ഇയാള് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണോ? അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴും വാരികയൊക്കെ വായിക്കും. പക്ഷേ ഈ പുസ്തകം വായിക്കണം. കവിതാ സമാഹാര, മധുര നൊമ്പരക്കാറ്റ്. വീട്ടിലുള്ളവരോട് പറഞ്ഞാ മതി, അവര് വാങ്ങിച്ചോണ്ട് വരും. എന്നിട്ട് ഒന്ന് വായിച്ചു നോക്കണേ. നമ്മളിപ്പോ എന്ന് അമ്പലത്തിലേക്ക് കാണാറുള്ളതല്ലേ, അപ്പൊ കവിതയുടെ അഭിപ്രായം എനിക്കും അറിയാലോ. ശരി, ഞാനത് ഹരിയോട് ചെന്ന് പറയാം. ആയിക്കോട്ടെ. അല്ല, ആ കവിത എഴുതിയ ആള് ചേച്ചിയുടെ ആരാ? അതെന്റെ അത് മധുര നൊമ്പരക്കാറ്റ്